ഗായ്സ് അങ്ങനെ വന്ന് ഇവിടെ സോക്സിലിടോ ഷൂ അഴിച്ചിട്ട് ഞാനിത് അവിടെ ഉണ്ടായിരുന്ന ഒരു അച്ഛൻ ചെരുപ്പ് എടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ ചെരുപ്പുകൾ ഇഷ്ടമല്ല കേട്ടോ ഗായ്സ്. വേറെയുള്ളവരിടുന്ന ഇഷ്ടമല്ല, എനിക്കിടുന്ന ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ ഇങ്ങനത്തെ ചെരുപ്പ് ഇതാ ഞാനിപ്പം ഇട്ടിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിസ്കിനോട് മിണ്ടാൻ പോകാനാ. അവൻ എൻ്റെ കൈ മണത്തിട്ടൊന്നും അവനൊരു മൈൻഡും ഇല്ല കേട്ടോ. അവനാകെ മൊത്തത്തിൽ അഗ്രസീവായിട്ടിരിക്കുകയാണ്, ഭയങ്കര ദേഷ്യം. അറിയത്തില്ല ഗായ്സ്, മൊത്തത്തിൽ അവൻ്റെ മൈൻഡ് ഔട്ടായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊന്നുണ്ണിൻ്റെ കാലൊക്കെ ഞാൻ നോക്കുമ്പോൾ ഉണ്ട് അവൻ്റെ തമ്പിന് നല്ല നീരുണ്ടായിരുന്നു. പക്ഷെ നീര് പഴയതിനേക്കാളും ഇപ്പോൾ നല്ല കുറഞ്ഞിട്ടുണ്ടെന്നാണ് മിമ്മി പറഞ്ഞത് കേട്ടോ. അപ്പോൾ അവൻ കാലിനൊക്കെ അവന് സുഖപ്പെട്ട് വരുന്നുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മുതലാണ് അവൻ സ്കൂളിൽ പോകാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ അവൻ 2-3 ദിവസമായിട്ട് ലീവായിരുന്നു കേട്ടോ. അങ്ങനെ ആളുടെ ഡയലോഗ് അടിക്കൊന്നും ഒട്ടും കുറവില്ല, നല്ല തഗ്ഗടിച്ച് ഞങ്ങൾ മൊത്തത്തിൽ തഗ്ഗികളായി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ മേമിയൊക്കെ ഇത് ചിരിച്ച് നമ്മുടെ വർത്താനൊക്കെ ഇട്ട് ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പം മമ്മ വന്ന പാടുള്ള ചെടി സാധനങ്ങളൊക്കെ ഇതേ ടേബിളിൽ അങ്ങ് നിരത്തിയിട്ടുണ്ടായിരുന്നു. മമ്മ നമ്മൾ വാങ്ങിയ സാധനങ്ങളൊക്കെ മേമീൻ്റെ കയ്യിലേക്ക് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ഗായ്സ്. അപ്പം നമുക്കിനി മോസ്റ്റ് ആയിട്ട് നല്ല വിശക്കുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ പറയുക, ഫുഡ് കഴിക്കാൻ ഓർക്കുകയാണ്. അപ്പം മേമി പറഞ്ഞു നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു, വന്നിട്ട് ഫുഡ് കഴിക്കാൻ ഓർത്തിട്ടാണെന്നാണ് മേമി പറഞ്ഞത്. അപ്പം നമ്മളിനി ഓൺ ദ വേ ഫുഡ് കഴിക്കാനും വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ പൊന്നുണ്ണി ആ കാലം കൊണ്ടാണ് ഗായ്സ് നടക്കുന്നത്. അവന് സത്യം പറഞ്ഞാൽ വെരി ആക്റ്റീവാണ്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാലിൽ അത് ഉണ്ടെന്നുള്ള കാര്യം പോലും അവൻ ഓർക്കുന്നില്ല. അപ്പോഴാണ് അവൻ ഇതേ 3-4 കൊന്തകൾ നമുക്ക് തന്നത് കേട്ടോ. അവനപ്പോൾ ടൂറ് പോയപ്പോൾ നമുക്ക് വേണ്ടി വാങ്ങിക്കൊണ്ട് വന്നതാണെന്നാണ് പറഞ്ഞത് കേട്ടോ. കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മുടെ കൊന്തേൻ്റെ മുത്ത് വന്നിട്ട് തിളങ്ങുന്നൊരു ടൈപ്പ് പ്രാണിയുണ്ട്. ഞാൻ അവനെ കെട്ടിപ്പിടിച്ച് മുമ്പൊക്കെ കൊടുത്തു കേട്ടോ. തിളങ്ങുന്നൊരു ടൈപ്പ് പ്രാണിയില്ലേ ഗായ്സ്, നിങ്ങൾക്കറിയില്ല, ആ പ്രാണീനെ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കൈ കിട്ടിയ പാടെ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാരണം എൻ്റെ കഴുത്തിലിട്ടു. എൻ്റെ കഴുത്തിൽ ഓൾറെഡി ഒരു കൊന്ത ഉണ്ടായിരുന്നു, എങ്കിലും സെക്കൻഡ് വൺ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ കഴുത്തിൽ 2 കൊന്തകളായിട്ടുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് മോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോസ്റ്റ് ഇഷ്ടമായി ഗൈസ്.